ഹലോ ഗൈസ്, J4 ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ തമിഴിനെ കണ്ട പോലെ തന്നെ ഷോർട്സ് വീഡിയോ എങ്ങനെ നല്ല ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ മറ്റുള്ള ടെക്സ്റ്റ് ചാനലിനെ അപേക്ഷിച്ച് നമ്മുടെ പ്രത്യേകത നമ്മൾ കൂടുതലായിട്ട് സാധാരണക്കാർക്ക് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് കൂടുതലായിട്ട് എങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി കൊടുക്കാം. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് അറിയായിരിക്കും. എന്നാലും കൂടുതൽ വ്യൂ വരാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ റീച്ച് കിട്ടും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഷോർട്ട് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അത് സ്ക്രീൻ റെക്കോർഡിംഗ് സഹിതം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അതായത് നമുക്ക് യൂട്യൂബ് കാണാം. ഇവിടെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, യൂട്യൂബ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ ഒരു പ്ലസ് ചിഹ്നം കാണിക്കും, പ്ലസ് ചിഹ്നം. അപ്പോൾ ആ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഷോർട്ട്. അപ്പോൾ നമ്മുടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വീഡിയോ അടിയിൽ നമുക്ക് കാണാം, ഏറ്റവും അടിയിൽ വീഡിയോ, ഷോർട്ട്, ലൈവ്, പോസ്റ്റ് എന്നൊക്കെ കാണിക്കും. അപ്പോൾ ആ പോസ്റ്റ് എന്നുള്ള സംഭവം ഒക്കെ ഒന്നും വേണ്ട, നമുക്ക് ഷോർട്ട് എടുക്കാം. നമ്മൾ ഷോർട്ടാണല്ലോ. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ 15 സെക്കൻഡ് കാണിക്കാം. 15 സെക്കൻഡ് കാണാം മേലെ ഏറ്റവും ടോപ്പിൽ വല സൈഡിൽ. അപ്പോൾ ആ 15 സെക്കൻഡ് ഒഴിവാക്കിയിട്ട് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 60 സെക്കൻഡ് ആയി കിട്ടും. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ 60 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 60 സെക്കൻഡ് നമുക്ക് ആ 15 സെക്കൻഡ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ 15 സെക്കൻഡ് മാത്രമേ കിട്ടുള്ളൂ, അതിന് മേലോട്ട് കിട്ടില്ല. അപ്പോൾ 60 സെക്കൻഡ് ആക്കിയിട്ട് നമ്മൾ ഓക്കെ ആക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ റെഡ് കാണാം. റെഡിൻ്റെ തൊട്ട് ഇടത് സൈഡിൽ, ഏറ്റവും അടിയിൽ ഇടത് സൈഡിലായിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാലറി കാണാമല്ലോ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടിയിലോട്ട് ഒരുപാട് ഷോർട്ട് കാണാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ വൈഫായിട്ടുള്ള ഷോർട്ടാണ്. നമ്മുടെ ജിജസ് വ്ലോഗ് എന്നുള്ള ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് ആണ് അതൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഷോർട്ട് കണ്ടോ എടുത്തു. ഇത് ഞാനും ആ വൈഫും കൂടെ എടുത്തൊരു ഷോർട്ടാണ്. അതപ്പോൾ അതിനകത്ത് കിടന്നാണ്. അത് കഴിഞ്ഞ് ഇവിടെ 44 സെക്കൻഡ് ഉണ്ട് ഷോർട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഡൺ അടിക്കുന്നു. ഏറ്റവും വല സൈഡിലെ അടിയിൽ ഡണ്ണ് കാണുന്നു, ഡൺ അടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രോസസ്സിങ് ആവുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ പറയുന്നത് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മളെ ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും, ഒരുപാട് പേരുണ്ട് ഷോർട്ട്. പക്ഷേ അവരൊക്കെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ അവർ യൂട്യൂബ് കയറി വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അവർ ഒരുപാട് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരെക്കാളും റീച്ച് ആകുന്നുണ്ട്. അപ്പോൾ അവർക്കൂടെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടി നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ തോണ്ട സംഭവം നമ്മുടെ വീഡിയോ നമ്മൾ ഗാലറി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ടിക്ക് മാർക്ക് കാണാം. ഏറ്റവും വലത് സൈഡിൽ അടിയിൽ ഒരു ടിക്ക് മാർക്ക് കാണാം. അതായത് വെള്ള വട്ടത്തിനുള്ളിൽ ഒരു കറുത്ത ടിക്ക്. അപ്പോൾ അത് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ സൗണ്ട് അതിനെ കുറയ്ക്കാൻ പോകും കേട്ടോ. സൗണ്ട് കുറച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പറയുന്നത് കേൾക്കില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം. പിന്നെ നമുക്ക് കണ്ടോ ഞങ്ങളുടെ ഷോർട്ട് കാണാം, ആരും ചിരിക്കരുത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ സോങ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അത് ആഡ് സൗണ്ട് എന്ന് ഏറ്റവും ടോപ്പിൽ ആഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മളിവിടെ ആഡ് സൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആഡ് സൗണ്ട് കൊടുത്തു കഴിയുമ്പം ഇവിടെ നമുക്ക് ഏത് സോങ്ങാണോ നമുക്ക് പ്ലേ ചെയ്യേണ്ടത് ആ സോങ് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സോങ് സെലക്ട് ചെയ്യാം. നമ്മൾ ഏറ്റവും ടോപ്പിൽ തന്നെയുള്ള സോങ് സെലക്ട് ചെയ്തു. പിന്നെ ഇവിടെ നിങ്ങൾ കാണിക്കുന്നുണ്ട്, ഇവിടെ സോങ്ങിൻ്റെ അവിടെ തന്നെ വലത് സൈഡിൽ ഇവിടെ ഇതുണ്ടോ, ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് പോകുന്നുണ്ട് വൈറ്റ്. അപ്പോൾ അത് സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ സോങ് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സോങ് നമ്മുടെ അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സോങ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്നു. പിന്നെ മാത്രമല്ല ആ സോങ് സേവ് ചെയ്തില്ല ചില സമയത്ത് 15 സെക്കൻഡ് നമുക്ക് സോങ് കിട്ടുള്ളൂ. നമ്മൾ വീഡിയോ 50 സെക്കൻഡ് ഉണ്ടെങ്കിൽ ആ 15 സെക്കൻഡ് മാത്രമേ സോങ് ഉണ്ടാവുള്ളൂ, ബാക്കി സമയം സോങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ വലത് സൈഡിൽ ഒരു ആരോ മാർക്ക് കാണിക്കുന്നുണ്ട്. ആ ആരോ മാർക്കിലൂടെ ക്ലിക്ക് ചെയ്യാം. സൗണ്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ കോപ്പറേറ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ സൗണ്ട് നമ്മൾ സോങ് ഇട്ടു കേട്ടോ. ഓക്കെ, ഓൾറെഡി സോങ് ഇട്ടു. സോങ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഇതിൻ്റെ വലത് സൈഡിൽ തന്നെ ഫിൽറ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റൗണ്ട് ആയിട്ട് ഇവിടെ നടുക്ക് വലത് സൈഡിൽ കാണാം. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫിൽറ്റർ, നമ്മളെ വീഡിയോയ്ക്ക് ഒരു ഫിൽറ്റർ കൊടുക്കണം. അതായത് കളറൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്രീമി, സോഫ്റ്റ്, ല്യൂക്സ്, ഇലക്ട്രിക് എന്നൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഡ്രീമി കൊടുത്തു. ഓക്കെ, അപ്പം കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് കൂടുതൽ ഷോർട്ട് വൈറൽ ആക്കാനുള്ള ഓപ്ഷനാണ് ഞാൻ പറയുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഓർക്കണം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ ടിക്ക് കാണാം. അപ്പോൾ ടിക്ക് കൊടുത്തു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമുക്ക് സോങ് എന്ന് വേണമെങ്കിൽ നമ്മുടെ സോങ് നമുക്ക് ഏത് സ്ഥലത്തുനിന്ന് കൊടുക്കണം. അതായത് സോങ്ങിൻ്റെ
പ്ലേസ് മാറണമെങ്കിൽ നമുക്കിവിടെ സോങ്ങിൻ്റെ ഇവിടെ ഏറ്റവും ടോപ്പിൽ തന്നെ നമുക്ക് അവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോങ്ങിൻ്റെ പ്ലേസ് ഇതിങ്ങനെ നീക്കിയിട്ട് നമുക്ക് എവിടെ തൊട്ട് സോങ് കൊടുക്കണം, ഏത് പാർട്ടാണ് സോങ്ങിൻ്റെ ഏത് പാർട്ടാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മാറ്റിയിടാം. കണ്ടോ, ഇങ്ങനെ സോങ്ങിൻ്റെ പാട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ഇടാം. ആ പാട്ട് കിട്ടു, ഡൺ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സോങ്ങിൻ്റെ അകത്ത് നമ്മൾ ഈ വീഡിയോൻ്റെ അകത്ത് നമ്മൾ എഫക്റ്റ് കൊടുത്തിട്ടില്ല. അതായത് നമുക്കിവിടെ സോങ്ങിൻ്റെ അകത്ത് എഫക്റ്റ് കാണും. ഇപ്പം യുവർ ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഈ പാട്ടിൻ്റെ കൂടെ ഇവിടെ യുവർ ഓഡിയോ, പിന്നെ നമ്മൾക്ക് സോങ്ങിൻ്റെ ഒരു ഓഡിയോ, ഇത് സോങ്ങിൻ്റെ ഓഡിയോ ആണ് ഞാൻ ഈ കൂട്ടം കുറയ്ക്കാൻ ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ വീഡിയോയിലുള്ള സൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലുള്ള സൗണ്ട് നമ്മൾ പ്രത്യേകിച്ച് എഫക്റ്റ് വേണേൽ കൊടുക്കാം. ആ എഫക്റ്റ് കൊടുക്കുന്ന വീഡിയോ ഞാൻ വേറെ ഒന്ന് ചെയ്യാം കേട്ടോ. നമ്മൾ സോങ്ങിൻ്റെ അകത്ത് എങ്ങനെയാണ് എഫക്റ്റ് കൊടുക്കുന്നതിനുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് ഞാൻ എഫക്റ്റ് ഒന്നും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സോങ്ങിൻ്റെ നമ്മുടെ പുറത്തുനിന്നുള്ള സൗണ്ടാണ്, അത് നമുക്ക് ആവശ്യമില്ല. അത് നമ്മൾ ഈ സൗണ്ട് ഞാൻ കുറച്ച് വെച്ചു. അതിനുശേഷം ഈ സോങ്ങിൻ്റെ ഓഡിയോ കൂട്ടിയും വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ടിക്ക് അടിച്ചു. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കാണിക്കാം. കണ്ടോ, ഈ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ്, ഇനിയാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട സമയം കേട്ടോ. ഇനിയുള്ളത് നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്യണം. ഇനിയാണ് നമ്മുടെ വീഡിയോ ഷോർട്സ് എങ്ങനെയാണ് വൈറലായി പോകുന്നത് നമ്മൾ കറക്റ്റ് കാണിക്കാൻ പോകുന്നത്. ഇതിന് ശേഷം ഗൈസ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ തമ്പനയിലാണ്. അപ്പോൾ തമ്പനയിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതായത് ഏറ്റവും ടോപ്പിൽ ഞാൻ അവിടെ ഇരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു പേനൻ്റെ പെൻസിലിൻ്റെ ചിഹ്നം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ പെൻസിലിൻ്റെ ചിഹ്നത്തെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതായത് ഇവിടെ നമുക്ക് ഇതൊക്കെ ഏകദേശം പേർക്ക് അറിയാം, എന്നാലും ഇത് തുടക്കക്കാർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ തുടക്കക്കാരല്ല, ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് റീച്ച് ആകാത്ത ഒരുപാട് പേരുണ്ട്, അവർക്കും കൂടെ ഇത് ഉപകാരപ്പെടും. അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും നമുക്ക് അതായത് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഷോർട്സിൻ്റെ തമ്പനയിൽ വെച്ചിട്ട് ഷോർട്സിൻ്റെ ക്യാപ്ഷൻ വെച്ചിട്ടാണ് നമ്മുടെ ഷോർട്ട് വൈറലാകുന്നത്. അതായത് ക്ലിക്ക് റേറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് ക്ലിക്ക് റേറ്റ് വന്നാൽ മാത്രമേ ചാനലിൽ കൂടുതൽ എന്ത് ചെയ്യുള്ളൂ, യൂട്യൂബ് നമുക്ക് റെക്കമെൻഡേഷൻ അയക്കുള്ളൂ. ഈ റെക്കമെൻഡേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് റേറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് കൂടുതൽ അട്രാക്റ്റീവ് ഉള്ള തമ്പനയിൽ കൊടുക്കണം. അതുകൊണ്ട് ഇതിങ്ങനെ നീക്കി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി തോന്നണം ഇത് കാണുമ്പോൾ. അതാ, അപ്പോൾ നമ്മളിങ്ങനെ നീക്കി കഴിയുമ്പോൾ കൂടുതൽ എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഞാൻ വായം പൊളിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് കൊടുത്തു. അവളിങ്ങനെ വളർന്ന് ഞാൻ വായം പൊളിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ കൊടുത്തു. എന്നിട്ട് ഡൺ അടിച്ചു. അപ്പോൾ നമ്മൾ ഡൺ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് മേലെ നമുക്ക് കാണിക്കാം ഞാൻ ആ കൊടുത്ത തമ്പനയിലാണ് വരുന്നത്. പിന്നെ അടുത്തത് ക്യാപ്ഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ക്യാപ്ഷനും ഇതേപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കൊടുക്കണം. അതായത് ഈ ക്യാപ്ഷൻ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് തോന്നണം ഇത് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള സംഭവമാണ്, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം, ഇതിൻ്റെ അകത്ത് എന്തോ സംഭവം ഉണ്ട് എന്നുള്ളത് തോന്നണം സംഭവം ആൾക്കാർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ക്യാപ്ഷൻ ഞാനൊന്നും കൊടുക്കുന്നില്ല, വെറുതെ ടൈപ്പ് ചെയ്ത് വിടുന്നുള്ളൂ, വെറുതെ എന്തോ ഇടുവാണ്. അപ്പോൾ അവിടെ നമ്മളൊരു ക്യാപ്ഷൻ കൊടുക്കുന്നു. ഓക്കെ, ആ ക്യാപ്ഷൻ കൊടുത്തതിന് ശേഷം വെറുതെ ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഞാൻ വെറുതെ കൊടുക്കുന്നുള്ളൂ, പക്ഷേ നിങ്ങൾ എന്തെങ്കിലും അട്രാക്റ്റ് ആൾക്കാരെ കൂടുതൽ ഈ ഷോർട്ടിലോട്ട് ആകർഷിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഹാഷ് അടിക്കുന്നു. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഹാഷ് ടാഗാണ്. ഹാഷ് കൊടുക്കുമ്പോൾ അവിടെ ഇത് ഒരു പുതിയ ചാനലായതുകൊണ്ടാണ് അവിടെ ഹാഷ് ടാഗ് വരാത്തത്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഷോർട്ടിന് കൊടുക്കേണ്ട ഒരു ഹാഷ് ടാഗാണ് ഷോർട്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഷോർട്സ് എഴുതി കൊടുക്കുന്നു, ഷോർട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോർട്സ് എന്നെഴുതി അതിനുശേഷം ഒരു സ്പേസ് കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ ഒരു ഹാഷ് കൊടുക്കുന്നു. ഹാഷ് കൊടുക്കുമ്പോൾ വൈറൽ അടി തന്നെ വന്നിട്ട് നമ്മൾ നേരത്തെ കൊടുത്താണ് അടി വന്ന് കിടക്കുന്നത് ഹാഷ് ടാഗ്. അപ്പോൾ വൈറൽ അത്യാവശ്യം ഒരു ഷോർട്ടിന് കൊടുക്കാൻ പറ്റിയ ഒരു വൈറലാകുന്നൊരു ഹാഷ് ടാഗാണ്. അതിനുശേഷം നമ്മൾ ഹാഷ് ഒന്നുകൂടെ കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഷോർട്ട് ഒരു ഫണ്ണി ആണല്ലോ, അത് നമ്മൾ ചെയ്യുന്ന ഷോർട്ട് ഇത് ഒരു കോമഡി ഷോർട്ടാണ്. അപ്പോൾ കോമഡി ഷോർട്ടാണ് ഫണ്ണി ഷോർട്സ്, അതൊരു ഹാഷ് ടാഗാണ് കേട്ടോ. അപ്പോൾ ഫണ്ണി ഷോർട്സ് ഫണ്ണി ഷോർട്സ് വന്നു അടിച്ച് കഴിയുമ്പോൾ ആ ഹാഷ് ടാഗ് നമ്മൾ കൊടുത്തു. ഈ 3 ഹാഷ് ടാഗ് നമ്മൾ കൊടുത്തു. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കണം, തമ്പനയിൽ കൊടുത്തു, നമ്മൾ ക്യാപ്ഷൻ കൊടുത്തു, ഇപ്പം ഒരു വൈറലാണെന്ന് 3 ഹാഷ് ടാഗ് കൊടുത്തു. ഓക്കെ, അതേ ഹാഷ് ടാഗ് ഒന്നും കൊടുക്കുന്ന അർത്ഥമില്ല. ഈ ഹാഷ് ടാഗും നമ്മുടെ ക്യാപ്ഷനും കൂടെ ആകെ 100 സ്പെല്ലിങ്ങിൽ ഇതിൻ്റെ അകത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അടിയിലോട്ട് വരുമ്പം വിസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. കണ്ടോ, ഒരു താക്കോലിൻ്റെ പൂട്ടിൻ്റെ ചിഹ്നം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ പ്രൈവറ്റ് എന്നാണ് ഇപ്പം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ കയറിയിട്ട് ചെയ്യാം, ഇപ്പം വേണം ചെയ്തുവിടാം. അപ്പോൾ നമ്മളിപ്പം ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പ്രൈവറ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം
നമുക്ക് അടിയിൽ ഷെഡ്യൂൾ ടൈം എന്ന് കാണിക്കാം കേട്ടോ. ഇവിടെ ഷെഡ്യൂൾ എന്ന് ഒരു സംഭവം കാണാം. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പ്രൈവറ്റ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ കയറിയിട്ട് ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഈ ഷെഡ്യൂൾ ചെയ്ത് വെച്ചുള്ള ടൈം ഷെഡ്യൂൾ വെച്ചുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാമെന്ന് നോക്കിക്കോ. നമ്മളിപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് യാത്രയിൽ പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുക, എല്ലാം അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് പോകാം. നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഈ അപ്ലോഡ് ചെയ്താൽ വെച്ച ഷോർട്ടിനെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ഈ ടൈമിന്, അതായത് നമ്മൾ അനലറ്റിക്സ് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ടൈം ഏതാണെന്ന്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ നമുക്ക് ഓഡിയൻസ് റിട്ടേൺസ് ഉള്ള ടൈം ഏതാണ് നമുക്ക് കണ്ടെത്താനാവും. അപ്പോൾ ആ ടൈം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിന് അപ്ലോഡ് ചെയ്യാം. അതായത് ആ ടൈമിന് അപ്ലോഡ് ചെയ്ത് നമ്മളിപ്പോൾ രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ പബ്ലിക് ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് കയറും. അപ്പോൾ ആ സമയത്ത് ഓഡിയൻസ് റിട്ടേൺസ് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമുക്ക് ഓഡിയൻസ് റിട്ടേൺസ് ഉള്ള ടൈം കണ്ടുപിടിക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ആ ടൈമിന് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേറ്റ് 27 ഓക്കെ അടിച്ചു. അപ്പോൾ നമുക്ക് അലാറം വെക്കുന്നുണ്ട്. നമ്മുടെ ഫോണിനൊക്കെ അലാറം വെക്കില്ല സാധാരണക്കാർ. അതുപോലെ തന്നെ നമുക്കിവിടെ 5 മണിയാണ് 5 മണി. നമുക്ക് വ്യൂ ഉള്ള ടൈം അതാണ് കൂട്ടിക്കോ. അപ്പോൾ നമ്മളത് ഓക്കെ അടിച്ചു. അപ്പോൾ നമുക്ക് അലാറം വെക്കുന്ന പോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ നമ്മളത് നമ്മുടെ സംഭവം നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, കാര്യം പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അതിനുശേഷം ലൊക്കേഷൻ ആഡ് ചെയ്യുവാണെങ്കിൽ ലൊക്കേഷൻ കാണിക്കും. അപ്പം വേണമെങ്കിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം. ലൊക്കേഷൻ നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ കുറ്റിയാടിയാണ് കേട്ടോ. കാലിക്കറ്റ് കുറ്റിയാടിയാണ്. അപ്പോൾ നമ്മൾ കുറ്റിയാടി കൊടുത്തു. കണ്ടോ, നമ്മൾ കുറ്റിയാടി കൊടുത്തു. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സെലക്ട് ഓഡിയൻസ്. അപ്പോൾ സെലക്ട് ഓഡിയൻസ് എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കരുത്. ചില കിഡ്സിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മളെ വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ കിഡ്സിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന രീതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ വല്ലാണ്ട് കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോർട്സിന് വ്യൂ വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്, ഇത് കിഡ്സിന് വേണ്ടിയല്ല എന്നുള്ള രീതി കൊടുക്കണം. അതായത് 18+ ആയിരിക്കണം നമ്മുടെ ഷോർട്സിൻ്റെ ഇത് ഓഡിയൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്തു. എന്നിട്ട് നമുക്ക് അവിടെ ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് അടിക്കുന്നു. ഓക്കെ, അപ്പം ബാക്ക് അടിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അത് കൊടുത്തു. അത് മെയിനായിട്ട് കൊടുക്കേണ്ട കാര്യമാണ്. അതൊരിക്കലും നമ്മൾ മെയ്ഡ് ഫോർ കിഡ്സ് ആയി പോകരുത്. മെയ്ഡ് ഫോർ കിഡ്സ് കമൻറ്റ് ഓഫ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓഡിയൻസ് കുറവായിരിക്കും. യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ അയക്കൽ കുറവായിരിക്കും. നമുക്ക് ചാനലിന് ചില്ലറ വ്യൂ വരുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ റിലേറ്റഡ് വീഡിയോ വേണമെങ്കിൽ കൊടുക്കാം. അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. കൊടുക്കേണ്ട കാര്യം നമ്മൾ റിലേറ്റഡ് വീഡിയോ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. ഗാലറിയിലോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യാം. അതായത് ഗാലറിയിലോട്ട് പോകുന്നു. ഗാലറിയിലല്ല, നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിലോട്ട്, ഷോർട്സിലോട്ട് പോകും, ലോങ് വീഡിയോനകത്തൊക്കെ പോകും. നമുക്ക് അത് കൊടുത്തുള്ള ഉപകാരം എന്ന് വെച്ചാൽ റിലേറ്റഡ് വീഡിയോ കൊടുത്തുള്ള ഉപകാരം, നമ്മുടെ ഈ ഷോർട്ട് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ വൈറലാകാൻ കൂട്ടിക്കോ. നമ്മൾ ഈ ഷോർട്ട് വൈറലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കൂടി ആൾക്കാർ കയറി കാണും. അപ്പോൾ നമുക്ക് അതിനും കൂടെ ഒരു വ്യൂ വരും. അതിന് വേണ്ടിയാണ് റിലേറ്റഡ് വീഡിയോ കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെയിനായിട്ട് കൊടുക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇനി നമുക്കിത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ കയറിയിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ അടി കാണുന്ന ഷോർട്ട് റീമിക്സിങ്, പെയ്ഡ് പ്രൊമോഷൻ എന്നൊക്കെ കാണിക്കണം. പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള സംഭവം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്തു, നമ്മൾ എന്തെങ്കിലും ഒരു പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ അവിടെ ഓപ്ഷൻ, നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ ഇതാണ്ട് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്, യെസ് കൊടുക്കാം. നമ്മളിപ്പം അല്ലെങ്കിൽ നമ്മളതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നോയോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ അല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കോമഡി ഷോർട്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒഴിവാക്കി. പിന്നെ കമൻറ്റ് ഓൾറെഡി ഓൺ ആക്കി ഇടുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ലൈക്കും കമൻറ്റും നമ്മുടെ കൂടുതൽ ഓഡിയൻസിനെ നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ യൂട്യൂബ് ഓൾറെഡി ഓഡിയൻസിനെ നമുക്ക് കൂടുതൽ റെക്കമെൻഡേഷൻ നമുക്ക് അയക്കും. അതായത് എത്ര സപ്പോർട്ട് ആൾക്കാരുടെ അടുത്ത് കമൻറ്റ് വരും തോറും നമുക്ക് സപ്പോർട്ട് കൂടും. ഷോർട്സിനാണെങ്കിലും ഏത് വീഡിയോയ്ക്കായാലും. അപ്പോൾ ആ കമൻറ്റ് വരുന്നതിനനുസരിച്ച്, സപ്പോർട്ട് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ യൂട്യൂബിന് കൂടുതൽ റെക്കമെൻഡേഷൻ അയക്കും. യൂട്യൂബിന് തോന്നുന്നു നമുക്ക് കൂടുതൽ കമൻറ്റ്, ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള രീതിയിൽ അവർ റെക്കമെൻഡേഷൻ അയക്കും. അപ്പോൾ എന്ത് ചെയ്യും, കമൻറ്റ് ഓൺ ആക്കി ഇടുന്നതാണ് കൂടുതൽ നല്ലത്. ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മുടെ ഷോർട്സിൻ്റെ വ്യൂവിനെ ബാധിക്കും. അപ്പോൾ ഗൈസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഈ വലത്തെ സൈഡിൽ കാണുന്നുണ്ട്, അത് വേണേൽ അടിക്കാം. അതിന് മുമ്പ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരൊക്കെ ആയിട്ട് മറന്നു പോകും, അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം നമ്മൾ തമ്പനയിൽ കൊടുത്തു, അട്രാക്റ്റീവ് ഉള്ള തമ്പനയിൽ കൊടുത്തു. അതിനുശേഷം നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാപ്ഷൻ കൊടുത്തു, അതിനുള്ള #3 കൊടുത്തു. അതിനുശേഷം നമ്മൾ വിസിബിലിറ്റി, ഞാൻ പറഞ്ഞു സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വിസിബിലിറ്റി നമ്മൾ സാധാരണ
നമ്മൾ അലാറമൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന ടൈമിന് നമുക്ക് ഓഡിയൻസ് റിട്ടേൺസ് ഉള്ള ടൈം ഏതാണെന്ന് വെച്ചാൽ അത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ലൊക്കേഷൻ കൊടുത്തു. അതിന് ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്തു. പിന്നെ റിലേറ്റഡ് വീഡിയോ കൊടുത്തു. പിന്നെ കമൻറ്റ് ഓൺ ആക്കിയിട്ടു, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വെച്ചു. ഓക്കെ, ഇനി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് പോകാം. നമ്മൾ അപ്ലോഡ് ആക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഓക്കെ, നമ്മൾ ഈ കമൻ്റൊക്കെ കൂടുതൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ആൾക്കാർ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യൂട്യൂബിന് തോന്നും. അതിന് വേണ്ടിയാണ് നമ്മൾ കമൻ്റൊക്കെ ഓൺ ആക്കിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് കട്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ടാണ് അടുത്ത പോകുന്നത്. നമുക്ക് ഇവിടെ അടിയിൽ യൂട്യൂബ് സ്റ്റുഡിയോ കാണാം, കണ്ടോ? യൂട്യൂബ് സ്റ്റുഡിയോ. ഇത് എൻ്റെ വൈഫിൻ്റെ ചാനലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാനലിനകത്ത് വലിയ വ്യൂ ഒന്നുമില്ല, അവൾ വീഡിയോ ഒന്നും ഇടില്ല. എപ്പോഴേലൊക്കെ പിള്ളേരെ എന്തൊക്കെയോ എടുത്തിരുന്നു. അങ്ങനെ ഇട്ടാലൊന്നും വീഡിയോ കയറില്ല. ഇത്ര ടൈമിന് കറക്റ്റ് ഹാഷ്ടാഗ് ഇട്ട് കാരണം. അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് ആക്കാൻ വെച്ച വീഡിയോ നമുക്കിവിടെ കാണാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ആക്കാൻ പറ്റിയ വീഡിയോ നമുക്ക് കാണാം. ആ വീഡിയോ എടുക്കുക. നമ്മൾ ഇവിടെ നമുക്ക് വലത് സൈഡിൽ ഒരു 3 ടിക്ക് കാണാം, 3 കുത്ത് കാണാം. ഓക്കെ, അപ്പോൾ ആ 3 ഡോട്ട്, ആ 3 ഡോട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ഷെയർ വീഡിയോ എഡിറ്റ് കാണാം ഓപ്ഷൻ. ആ എഡിറ്റ് അടിക്കുക. ആ എഡിറ്റ് അടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ കൂടെ കൊടുത്ത ക്യാപ്ഷനും നമ്മുടെ കൊടുത്ത തമ്പനെയിലെല്ലാം നമുക്കിവിടെ കാണാം. അതിനുശേഷം ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ അടിയിലോട്ട് വരുന്ന സമയത്ത് മോർ ഓപ്ഷൻ, ഏറ്റവും അടിയിൽ മോർ ഓപ്ഷൻ, ടാക്സ്, ഷോർട്സ്, റീമിക്സ് ഇതൊക്കെ കാണാം. അപ്പോൾ ആ മോർ ഓപ്ഷൻ എന്നുള്ള സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കാറ്റഗറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അടിയിൽ. അതാണ് നിങ്ങൾ കാണാം, ആഡ്സ്, അലോ വീഡിയോ, ഓഡിയോ, റീമിക്സിങ്. അതിൻ്റെ അടിയിൽ കാറ്റഗറി കാണാം. ആ കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുക്കണം. അതായത് കാർ ആൻഡ് വെഹിക്കിൾസ്, കോമഡി, എഡ്യൂക്കേഷൻ. നമ്മൾ ഏത് ടൈപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്, നമ്മൾ കോമഡിയൊക്കെ ചെയ്യുന്നതാണ് തന്നെ നമ്മൾ കൂടുതലായിട്ട് ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭവമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ വ്യൂ കൂട്ടുന്ന ഒരു കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചാനൽ പെട്ടെന്ന് ഗ്രോ ആവും, ഷോർട്സ് കൂടുതൽ വൈറലാവും. നമ്മുടെ ചാനൽ ഗ്രോ ആകാൻ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ് ഷോർട്ട് വൈറലായാൽ മാത്രമേ ചാനലിലോട്ട് സബ്സ്ക്രൈബേഴ്സ് വരുള്ളൂ. ലോങ് വീഡിയോ തന്നെ 3 ഇരട്ടി സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഷോർട്സിൻ്റെ മുകളിൽ നിന്ന് കിട്ടും. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട്, അതായത് ഓരോ കാറ്റഗറി നമ്മളിപ്പം ഓരോരോ ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കോമഡി വീഡിയോ ഒക്കെ ആയതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റും കൂടെ ആയതുകൊണ്ട് അത് എൻ്റർടൈൻമെൻറ്റ് കൊടുത്തു. അല്ലാത്ത സമയം ഹൗ ടു സ്റ്റൈല്, മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ പാട്ട് പാടുന്ന ആൾക്കാരാണെങ്കിൽ ആ വീഡിയോ ആണെങ്കിൽ മ്യൂസിക് കൊടുക്കാം. പിന്നെ ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹൗ ടു ആൻഡ് സ്റ്റൈൽ എന്നാണ് കൊടുക്കാം. പിന്നെ ആനിമൽസിനെയൊക്കെ വെച്ചിട്ട് ഷോർട്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെറ്റ്സ് ആൻഡ് ആനിമൽസ് ഉണ്ട്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് കൊടുക്കാം. ഷോർട്ടിനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ എൻ്റർടൈൻമെൻറ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടെ ബേക്ക് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാം സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ആ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വീഡിയോ സേവ് ചെയ്യാം. ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യമുള്ളൂ. ഇത്രയും കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങളുടെ ഷോർട്സ് ഏകദേശം കംപ്ലീറ്റ് ആയി. അതായത് ഷോർട്ടിൻ്റെ അപ്ലോഡിങ്ങിൻ്റെ സംഭവം ഏകദേശം കംപ്ലീറ്റ് ആയി. ഇത്രയും കാര്യമുള്ളൂ. ഇത്രയും കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങളുടെ ഷോർട്സ് ഏകദേശം കംപ്ലീറ്റ് ആയി. അതായത് ഷോർട്ടിൻ്റെ അപ്ലോഡിങ്ങിൻ്റെ സംഭവം ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാണ്, നിങ്ങൾക്ക് ഒരു യൂട്യൂബർ ആണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോസും വെച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാനാവുള്ളൂ. അല്ലാണ്ട് ലോങ് വീഡിയോ ചെയ്താൽ മാത്രം നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടൂല. അപ്പം ഷോർട്സ് വെച്ചിട്ട് മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാനാവുള്ളൂ. അപ്പോൾ ഈ ഷോർട്സ് ഈ പറയുന്ന പോലെയൊക്കെ തന്നെ നല്ല രീതിയിൽ, അതായത് കറക്റ്റ് ഒരു സമയത്ത് തന്നെ, ഒരേ സമയത്ത് നിങ്ങൾ ഇന്നൊരു സമയത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് അത് കണ്ടിന്യൂ ചെയ്തിട്ട് എല്ലാ ദിവസവും അതേപോലെ തന്നെ ഇട്ട് ആത്മാർത്ഥയോടെ നല്ല കണ്ടന്റുള്ള വീഡിയോസൊക്കെ ഇടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു ചാനൽ ഉണ്ടാക്കിയെടുക്കാനാവും. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, ഇതുവരെ ഞങ്ങൾ കണ്ട് വിശർത്ത് കുളിച്ച് വീഡിയോ ചെയ്തതാണ് ഈ കാറിനുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ, കാറിനുള്ളിൽ മൊത്തം ചൂടാണ്. ഞാൻ ഗ്ലാസ്സൊക്കെ കയറ്റി ഇട്ടിട്ട് വിശർത്ത് കുളിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ എൻ്റെ കഷ്ടപ്പാട് എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട ആൾക്കാരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത്. നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് അതിനകത്ത് ഇടും. ഇന്നിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റിൽ കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.